നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെ, ഞാൻ ഇപ്പോഴാ ഒരു കാര്യം ഓർത്തത്. ഈ ചെക്ക് കേസ് പിടിക്കാൻ എളുപ്പമല്ലേ? എങ്ങനെ? അതൊക്കെ ചിന്തിക്കണമെങ്കിലേ ബുദ്ധി വേണം. എനിക്ക് നിങ്ങളെക്കാൾ ബുദ്ധിയുണ്ടെന്ന് ഇനിയെങ്കിലും ഒന്ന് സമ്മതിച്ചാ മതി. ആദ്യം കാര്യം പറ, എന്നിട്ട് ഞാൻ പറയാം ബുദ്ധിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ. സിദ്ധാർത്ഥൻ തന്ന ചെക്കിന് പകരം വേറൊരു ചെക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണല്ലോ നമ്മളെ പറ്റിച്ചത്. അതെ. ആ ചെക്ക് കൊണ്ട് പോയാണല്ലോ നമ്മള് സിദ്ധുവിന്റെ വീട്ടിൽ പോയി നാണം കെട്ടത്. അതെ, അതും ശരിയാ. അപ്പൊ പിന്നെ ആ ചെക്കിലെ അക്കൗണ്ട് നമ്പറും IFSC കോഡും വെച്ച് അത് ആരുടേതാണെന്ന് മനസ്സിലാക്കാലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഏത് വഴിയാണ് ആ ചെക്ക് ഇവിടെ വന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാലോ. സംഗതി എളുപ്പ, കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തെളിയും. നിനക്ക് എന്നെക്കാളും ബുദ്ധിയുണ്ട്, സമ്മതിച്ചു. ഇപ്പൊ ഞാൻ എന്താ നിനക്ക് തരേണ്ടത്? ബുദ്ധിമതിപ്പെട്ടോ, കിരീടോ, പൊൻതൂവലോ, അങ്ങനെ വല്ലതും മതിയോ? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇതാ ഞാൻ പറഞ്ഞത്, നിനക്ക് അണിഞ്ഞൊരുങ്ങാനും വെറുതെ ബഹളം വെക്കാനും മാത്രമേ അറിയത്തുള്ളൂ. എന്റെ അക്ഷര, ആരെങ്കിലും സ്വന്തം ചെക്ക് ഇങ്ങനൊരു ആൾമാറാട്ടത്തിന് കൊടുക്കുവോ? സാമാന്യ ബുദ്ധി കൊണ്ട് നിനക്കൊന്ന് ചിന്തിച്ചുകൂടെ? അപ്പൊ പിന്നെ അങ്ങനെ ഒരു ചെക്ക്? കള്ളനോട്ട് മുതൽ ഡിജിറ്റൽ തട്ടിപ്പ് വരെ നടക്കുന്ന കാലമായത്. അങ്ങനെയുള്ളവർക്കാണോ ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഒരു ചെക്ക് ലീഫ് ഉണ്ടാക്കാൻ പാട്? ആ ചെക്കിലുള്ളതുപോലെ ഒരു അക്കൗണ്ടും കാണില്ല, IFSC കോഡും കാണില്ല. അത് ഉറപ്പല്ലേ? ഓ, ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. അതാണല്ലോ നിന്റെ കുഴപ്പം. ചിന്തിക്കാതെ എടുത്തു ചാടി പറയുക. ഇത് തന്നെയാ നിന്റെ ഡാഡിയും പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതും പറഞ്ഞ് എന്റെ ഡാഡി ന്യായീകരിക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞത് ഇങ്ങ് തിരിച്ചെടുത്തിരിക്കുന്നു, പോരെ? ഓ മതിയേ. എന്നാലേ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഓ, ഇനിയുണ്ടോ ഇത്തരം മണ്ടത്തരങ്ങൾ? ഇത് മണ്ടത്തരമൊന്നും അല്ല, നമ്മുടെ കല്യാണക്കാരിയാ. മലയ്ക്ക് പോയി വന്നല്ലോ, ഇനി ഒഴിഞ്ഞു മാറാൻ വേറെ കാരണങ്ങളൊന്നും പറയണ്ട. ഒഴിഞ്ഞു മാറ്റമൊന്നും അല്ല അക്ഷര. എന്നാലും അത് വേണോ? അതാ ഞാനിപ്പോ ആലോചിക്കുന്നത്. വേണം, ഇത് എന്റെ ഒരു ആഗ്രഹം. അത് സാധിച്ചു തരാന്ന് നിങ്ങൾ എനിക്ക് വാക്കും തന്നിരുന്നതാ. ശരി, എവിടെ വെച്ച് ചടങ്ങ് നടത്താനാ നിന്റെ പദ്ധതി? അമ്പലത്തില്, ഭഗവാന്റെ മുന്നിൽ വെച്ച്. ഇനി ശ്രീമതിയുടെ ആഗ്രഹം സാധിച്ചു തന്നില്ലെന്ന് വേണ്ട. അപ്പോ ഇനി വെച്ച് താമസിപ്പിക്കണ്ട. മറ്റന്നാൾ നല്ലൊരു മുഹൂർത്തമുണ്ട്, അന്ന് തന്നെ നടത്താം. മറ്റന്നാളെങ്കിൽ മറ്റന്നാൾ, സമ്മതിച്ചിരിക്കുന്നു. മമ്മയ്ക്ക് എന്താ ഗിഫ്റ്റ് ആയിട്ട് വേണ്ടത്? മമ്മയ്ക്കൊന്നും വേണ്ട മോനെ. അങ്ങനെ പറയല്ലേ മമ്മ. ചെക്ക് മാറി 50 ലക്ഷം കിട്ടിയെങ്കിൽ അതിന് പിന്നിൽ മമ്മയുടെ മിടുക്കാണ്. അപ്പൊ പിന്നെ വിശാൽ സാർ തരുന്ന സമ്മാനം അത് മാഡം വാങ്ങിയേ പറ്റൂ. എനിക്കൊന്നും വേണ്ട വക്കീലെ. എനിക്ക് എല്ലായിടത്തും എന്റെ മകൻ വിജയിച്ചു കണ്ടാ മതി. ലോകത്തിലെ ഏതൊരമ്മയും ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം അവരുടെ മക്കളുടെ വിജയ. മക്കളുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയ. മമ്മയെന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. ഞാൻ മാത്രം ആയിരിക്കില്ലടാ സന്തോഷത്തില്. നിന്റെ പപ്പയുടെ ആത്മാവും ഒരുപാട് സന്തോഷത്തിലായിരിക്കും. കാരണം ജയശങ്കറിന് എന്റെ ആങ്ങളയ്ക്ക് കിട്ടുന്ന ഓരോ അടിയും എന്റെ ഡെന്നിച്ചായന്റെ, നിന്റെ പപ്പയുടെ കല്ലറയിൽ വീഴുന്ന പൂക്കളാണ് മോനെ. ഓ, ഭയങ്കരം. എന്നതാ വല്ലിക്ക? കേട്ടില്ലേ, ജയശങ്കറിന് വേറൊരു ഭാര്യയും കൂടെ ഉണ്ടെന്ന്. അങ്ങനെയാണ്. എന്താ നിക്കണ? നിങ്ങക്കെന്താ ഇനിയും കെട്ടണോ? അയ്യോ വേണ്ടേ, ഞാനൊരു ഓളത്തിലിങ്ങ് പറഞ്ഞല്ലേ. അത്ര വലിയ ഓളമെപ്പൊന്നും വേണ്ട. പണ്ടത്തെ ഒരു നേഴ്സാണത്രേ. അവരുടെ പേരിലാ സിദ്ധാർത്ഥൻ നൽകിയ ചെക്ക് മാറിയതും. ചെക്ക് മാറ്റിയെടുത്തത് ദേവിക, അക്ഷരയും നിരഞ്ജനൊക്കെ ചേർന്ന് തന്നെയാ. ഇത് അവരാ പഴയ പാവ നേഴ്സ് നിറച്ച മരുന്നാ. പക്ഷെ അത് പൊട്ടുന്നതേ അക്ഷര വീടിന്റെ ഇടനെഞ്ചിലെ. അതുമാത്രമല്ല, അക്ഷര മാഡത്തിന്റെ അമ്മ
മായാരഞ്ജനയുടെ മരണത്തിന് പിന്നിലും ആ പാവ നേഴ്സിനെ പിടിച്ചിട്ടുണ്ട്. നാണം കെട്ട കുടുംബത്തിനെ കേട്ടിട്ട് എന്റെ തൊലി ഉരിയുന്നു. ആ മേഡത്തിന്റെ അമ്മയുടെ മരണരഹസ്യം ഞാൻ വേണമെങ്കിൽ ശങ്കറിറക്കി പറയാം. പക്ഷെ നല്ല ഫീസ് കിട്ടണം. അച്ചാച്ചനൊന്ന് അടങ്ങിയിരിക്കും. അച്ചാച്ചൻ ഒരു നല്ല ക്ലയന്റിനെ ആ പാളയത്ത് നിന്ന് കൊണ്ടുത്താരാ. മതി, അത് മതി, അത് മതി. അതെ, ആ നിരഞ്ജന്താടിയിൽ ഇവിടുത്തെ ഭക്തരെ ഈ സന്തോഷ വാർത്ത അറിയിക്കണ്ടേ? ആ ദേവിയേക്ക് അറിയാവുന്ന കഥകളൊക്കെ തന്നെ ആയിരിക്കും ഇത്. ആ അവര് പിന്നെ അത് അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ മിണ്ടത്തില്ലല്ലോ. ആഘോഷിക്കാനും സന്തോഷം നാട്ടുകാരെ അറിയിക്കാനും നമുക്ക് എന്തെല്ലാം വഴികളുണ്ട്. വാ നിത്യകുട്ടി. കിട്ടുന്ന വിവരങ്ങളൊക്കെ വെച്ച് അവൻ ആഘോഷിക്കാം ആ ശരത്ത്. പിന്നെ അവൻ കയ്യിൽ നിന്നിടുന്ന മേമ്പൊടി ഉപകഥകൾ വേറെ. പറയട്ടെ ദേവിക, നമ്മൾ മറ്റുള്ളവർക്ക് ആഘോഷത്തിന് കാരണമാവുന്നു എന്നതും ഒരു സന്തോഷമല്ലേ? പക്ഷേ ജയശങ്കർ സാറിനെ പോലെ ഒരാളെ കുറിച്ച് ഇവൻ ഈ ചെന്നായിക്ക് എങ്ങനെ ഈ വിവരങ്ങളൊക്കെ കിട്ടുന്നു? ചെന്നായിക്ക് വിവരങ്ങൾ കൊടുക്കാൻ കഥയിൽ മറ്റൊരു ചെന്നായ ഉണ്ടല്ലോ, വിശാൽ. കീരിയും ചെങ്കീരിയും അങ്ങനെ കണക്കൂട്ടിയാ മതി. അക്ഷരമ്മയുടെ എന്ത് പറയുന്നു സർ? അക്ഷരയ്ക്കും സാറിനുമിടയിൽ ഒരു വിള്ളൽ വീണിട്ടുണ്ട്. അത് സത്യമാ. ഞാനൊന്ന് സംസാരിക്കണോ സർ? ആ വേണ്ട, അത് സംഗതി കൂടുതൽ വഷളാക്കിയേക്കും. ദേവിക ആരുടെ ഭാഗത്ത് നിൽക്കും? അതും ശരിയാ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താ സാർ എന്നും ഇങ്ങനെ പ്രശ്നങ്ങൾ മാത്രം? ഇതിലും പ്രശ്നങ്ങളുള്ള ജീവിതങ്ങളുണ്ട് ദേവിക. ആ ഞാൻ വെക്കാം സാർ. അപ്പുറത്തെന്തോ ഗൂഢാലോചനയൊക്കെ നടക്കുന്നുണ്ട്. പൊന്നുമണിയുടെ പേരും അതിനിടയിൽ കേൾക്കുന്നുണ്ട്. ശരി സാർ, വെക്കാണേ.